ഇനി മറ്റൊരു വിവരം, ഇസ്രായേലിലേക്ക് നേരിട്ട് വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ടെൽ അവീവിൽ നടന്ന ഇറാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നുണ്ട്. ഇസ്രായേൽ ഭാഗത്ത് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, 20 പേർക്ക് പരിക്കുണ്ട്. ടെൽ അവീവിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നു, 20 പേർക്ക് പരിക്കുണ്ട്. നെഗോഷിയേഷന്റെ ചാനലുകൾ എവിടെയും തുറക്കുന്നില്ല. തുറന്ന യുദ്ധത്തിലേക്കെന്ന ഇസ്രായേലും അമേരിക്കയും എടുത്തു പറയുന്നു. ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ആരെങ്കിലും സമാധാനത്തിന് വിളിക്കുമെന്ന പ്രതീക്ഷയൊന്നും അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് കിട്ടുന്നതിനും വേഗത്തിൽ അങ്ങോട്ട് കൊടുക്കുക എന്ന സാധാ ഒരു സിമ്പിൾ മിലിറ്ററി സ്ട്രാറ്റജിയിലേക്ക് അവർ മാറും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ആക്രമണം അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനോ ഭാവി പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ഇറാൻ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ച് അവരുടെ അസ്തിത്വം കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും നിർണായകമായ മണിക്കൂറുകൾ, ദിവസങ്ങളാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന ഇറാനെ അതേപടി ഈ പറയുന്ന ഇസ്ലാമിക് ഭരണകൂടത്തിന് കീഴിൽ തന്നെ കൊണ്ടുവരാനാകുമോ ഇല്ലയോ എന്ന ആശങ്ക ലോകമെമ്പാടും ഉയരുന്ന ഘട്ടത്തിൽ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും, ഭാവിയിലേക്ക് എന്ത് കരുതണം, ഈ പറയുന്ന ഐസ്നൽസും ഈ പറയുന്ന യുദ്ധ കോപ്പുകളുമെല്ലാം ഭാവിയിലേക്ക് സംരക്ഷിക്കണം എന്ന ചോദ്യമൊന്നും ഇപ്പോൾ നിലവിൽ ഇറാൻ്റെ മുമ്പിൽ എന്തായാലും ഇല്ല. ഇറാൻ്റെ മുമ്പിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ന് കഴിയണം, നാളെ ഉണ്ടാകണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അതുതന്നെയാണ് ഇപ്പോൾ ടെൽ അവീവിലടക്കം ഇറാൻ്റെ ആക്രമണം അത് എക്സ്ട്രീമെൻറ്റിലേക്ക് നീങ്ങാൻ കാരണം. അവരുടെ മുമ്പിൽ മറ്റു വഴികളില്ല. ഈ റിറ്റാലിയേഷന് അപ്പുറത്തേക്ക് ഇനി കൗണ്ടർ അറ്റാക്സിന് അപ്പുറത്തേക്കൊന്നും ഡയറക്റ്റ് അറ്റാക്സിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കും, അല്ലാതെ മറ്റു വഴികളില്ല. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതേസമയം ഇറാൻ ഒന്നടിച്ചാൽ ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്ന ഇസ്രായേലുണ്ട്, അതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന അമേരിക്കയുണ്ട്. അതായത് ഒരു യുദ്ധപ്രഖ്യാപനം ഓപ്പണായി ഇല്ലെങ്കിലും അതിനപ്പുറത്തേക്ക് ഡിക്ലെയർഡ് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ എക്സ്ട്രീമെൻറ്റിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും. ഇപ്പോൾ ഇറാനിലാണെങ്കിലും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണെങ്കിലും എല്ലാം സമയം രാത്രിയാണ്. രാവിലെയോളം നേരം വെളുക്കുമ്പോൾ മാത്രമേ എന്ത് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഇപ്പോഴും നമുക്കൊരു കാര്യം തീർച്ചയാണ്, നമ്മൾ ഈ രാത്രി വൈകി ഇപ്പോൾ സംസാരിക്കുമ്പോഴും UAE അടക്കമുള്ള, അബുദാബി അടക്കമുള്ള, ബഹ്റൈൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ മലയാളികളടക്കമുള്ളവർക്ക് ശരിയായ ഉറക്കം ലഭിച്ചിട്ടുണ്ടാവില്ലെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാത്രി വൈകിയും ഇറാൻ റിറ്റാലിയേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊരു അവസ്ഥയിലൂടെ ഗൾഫ് രാജ്യങ്ങൾ ഒരു 3 പതിറ്റാണ്ട് മുമ്പ് കടന്നുപോയത്. അതിനുശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. 1990-കളിലെ ഇറാൻ കുവൈത്ത് വാറിൻ്റെ ഇടയിൽ മാത്രമാണ് ഗൾഫ് രാജ്യങ്ങൾ ഇത്രത്തോളം ആശങ്കയിലൂടെ കടന്നുപോയത്. അങ്ങനെ 3 പതിറ്റാണ്ടിന് ശേഷം ഒരേ സമയം അറ്റ് എ ടൈം നിരവധി GCC കൺട്രീസിലേക്ക് ആക്രമണം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഇന്ന് കണ്ടു. അതും നമ്മൾ ഇതിൻ്റെ ഈ ഒരു 10-30 കൊല്ലത്തിനിടയിൽ കാണാത്തൊരു കാഴ്ചയാണ്. ആ കാഴ്ച തന്നെ മതിയായിരുന്നു ഇറാൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇത് ഏത് എക്സ്ട്രീം ഏത് എൻഡ് വരെ പോകുമെന്ന് മനസ്സിലാക്കാൻ. കാരണം നേരത്തെ ഈ പറഞ്ഞതുപോലെ 2025 ജൂണിലാണ് ആദ്യമായി 2025 ജൂണിലാണ് ഏറ്റവും ഒടുക്കം ഒരു ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. 12 ദിവസം നീണ്ടു നിന്നു. 12 ദിവസം നീണ്ടുന്ന അത്രയും ദിവസം ഇറാനും ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അറ്റാക്ക് കൗണ്ടർ അറ്റാക്സ് മാത്രമാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് അവരുടെ ജുറിസ്ഡിക്ഷന് അപ്പുറത്തേക്ക്, അവരുടെ ടെറൈന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുക്കം ഇറാൻ്റെ ഈ പറയുന്ന ആണവ കേന്ദ്രത്തിന് സമീപം അമേരിക്ക ഒരു ആക്രമണം നടത്തുന്നു. ഏതാണ്ട് ഒരു ജൂൺ 22 ആവുന്ന സമയത്ത് അതിന് റിട്ടാലിയേഷൻ എന്ന മട്ടിൽ ഈ പറയുന്ന കുവൈത്തിലെ ഖത്തറിലെ അൽ ഉബൈദ് വ്യോമത്താവളം, അത് അമേരിക്കയുടെ അണ്ടറിലുള്ള ഖത്തറിലെ വ്യോമത്താവളമാണ്. ആ വ്യോമത്താവളത്തിൽ റിട്ടാലിയേഷൻ എന്ന രീതിയിൽ ഇറാൻ തിരിച്ചടിക്കുന്നു. അതായത് ഈ പറയുന്ന ഇറാനിലെ ആണവ കേന്ദ്രത്തിന് സമീപം അമേരിക്ക ഒരു ആക്രമണം നടത്തുന്നു. പിറ്റേ ദിവസം ഖത്തറിലുള്ള അമേരിക്കയുടെ വ്യോമത്താവളത്തിൽ ഇറാൻ ഒരു ആക്രമണം നടത്തുന്നു. പിറ്റേ ദിവസം, അത് ഈ 2 ദിവസം കഴിഞ്ഞ് 3-ാം പക്കം അത് സീസ് ഫയറിലേക്ക് വരുന്നു. ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു, കൗണ്ടർ അറ്റാക്ക് ഉണ്ടാകുന്നു, സീസ് ഫയറിലേക്ക് വരുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ 12 ദിവസം സ്റ്റാൻഡ് ഓഫ് അവസാനിച്ച് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നത്തെ അറ്റാക്കിൻ്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നില്ല. പൊതുവേ ആദ്യം ഈ പറയുന്ന ഇസ്രായേലിനെ നമ്മളെപ്പോഴും അമേരിക്കയുടെ ക്ലയൻറ്റ് രാഷ്ട്രം എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കാറ്. അങ്ങനെ ക്ലയൻറ്റ് രാഷ്ട്രം വഴി ഇറാന് മേൽ ഒരു ആഘാതമുണ്ടാക്കി, തിരിച്ച് അറ്റാക്ക് ഉണ്ടാക്കി, ഏറ്റവും ഒടുക്കം ഒരു നെഗോഷിയേറ്റർ എന്ന രീതിയിൽ, ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ അമേരിക്ക പ്രത്യക്ഷപ്പെടുന്ന കാഴ്ച നമ്മൾ കാണാറ്. പക്ഷേ ഇന്നലെ വളരെ ക്ലിയർ കട്ടായിരുന്നു. അതായത് ആദ്യ സ്ഫോടനം നടത്തുമ്പോൾ തന്നെ അത് അമേരിക്കൻ പിന്തുണയിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു ആക്രമണമാണ് ഇറാനിൽ നടത്തിയത്. അത് 7 നഗരങ്ങളാണ് നടത്തിയത്. ഈ പൊതുവെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കൻ പിന്തുണ ആക്രമണം നടത്തി നമ്മൾ ഇതിന് മുമ്പും കണ്ടതാണ്. ഈ പ്രത്യേകിച്ച് ഭരണകൂടത്തെ അംഗങ്ങളാണ് ലക്ഷ്യമിടുന്നെങ്കിൽ പ്രിസൈസായി അവരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ വധിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത്രത്തോളം വലിയൊരു
ഇന്നർ നെറ്റ്വർക്ക് ഉള്ള രാജ്യം കൂടിയാണ് ഇസ്രായേൽ. പക്ഷേ ഇവിടെ അവർ പ്രിസൈസായ അറ്റാക്ക് ഒരു ഭാഗത്ത് ആഗ്രഹിച്ചപ്പോൾ മറുഭാഗത്ത് ഒരു മാസീവ് ഡിസ്ട്രക്ഷനും കൂടി ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ പറയുന്ന അൽ-ഖമീനിയുടെ മന്ദിരത്തിലേക്ക് ബോംബുകൾ വർഷിക്കുമ്പോഴും അൽ-ഖമീനിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോഴും മറുഭാഗത്ത് സിവിലിയൻസായ സാധാരണക്കാരെ താമസിക്കുന്ന ഇടങ്ങളിലും സ്ഫോടനം നടത്തിയിരുന്നു. അതിൻ്റെ ഏറ്റവും നടുക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് മിനാബിൽ നിന്ന് വന്നത്. മിനാബിലെ പ്രൈമറി സ്കൂളാണ്, പെൺകുട്ടികൾ പഠിക്കുന്ന പ്രൈമറി സ്കൂളാണ് ഇപ്പോൾ നേരത്തെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അതായത് പ്രിസൈസായി ഈ പറയുന്ന ഇറാൻ്റെ അൽ-ഖമീനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിലെ പ്രധാനികളെ ഉന്നം വെക്കുന്നതോടൊപ്പം തന്നെ സാധാരണക്കാരായ മനുഷ്യരെ, പാവം പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം ഇസ്രായേൽ ലക്ഷ്യം വെച്ചു എന്നുള്ള ഏറ്റവും സങ്കടകരമായ വാർത്ത നമ്മൾ നേരത്തെ കണ്ടതാണ്. 85ഓളം വിദ്യാർത്ഥികളുടെ ചേതനേറ്റ ശരീരം, പിഞ്ചു മക്കളാണ് അവരെ അവിടെ നിരത്തി കിടത്തിയത് നമ്മൾ കണ്ടതാണ്. അത് അങ്ങേറ്റം വിഷമിപ്പിക്കുന്ന വാർത്തയാണ്. ഈ രാഷ്ട്ര നേതാക്കളെക്കുറിച്ച് അറിയാത്ത, അവരുടെ ഈഗോയെക്കുറിച്ച് അറിയാത്ത, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയാത്ത, അവരുടെ അധികാരപരിധിയെക്കുറിച്ച് അറിയാത്ത പിഞ്ചു മക്കളാണ് ഈ യുദ്ധത്തിന് ഏറ്റവും ഒടുക്കം ഇരകളാകേണ്ടി വന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് പ്രിസൈസായ ഒരു അറ്റാക്കിന് പോലെ ഒരു മാസീവ് ഡിസ്ട്രക്റ്റീവ് അറ്റാക്കും ഈ ഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ നടത്തിയിരുന്നു. അങ്ങനെ ഇസ്രായേലിൽ നിന്നും അമേരിക്കയുടെ പിന്തുണയോടുകൂടി ആദ്യത്തെ ആക്രമണം ഉണ്ടാകുമ്പോൾ പകച്ചു നിന്നില്ല ഇറാൻ എന്നാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇങ്ങനൊരു അറ്റാക്ക് അവർ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഏതെങ്കിലും ദിവസം ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാകുമെന്ന് തോന്നൽ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പൊന്നുമില്ലാത്ത പോലെ വളരെ വേഗത്തിൽ സടകുടന്ന് എഴുന്നേൽക്കുന്ന ഇറാൻ ഭരണകൂടത്തെ നമ്മൾ കണ്ടത്. ആദ്യം ഒരു അറ്റാക്ക് ഇറാനിലേക്ക് ഉണ്ടാകുന്നു, വളരെ വേഗത്തിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ റിട്ടാലിയേഷൻ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് 2025 ആകെ കുവൈത്തിൽ അൽ ഉബൈദ് കേന്ദ്രത്തിലേക്ക് മാത്രമാണ് റിട്ടാലിയേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയായിരുന്നില്ല. സമീപകാലത്ത് 10-30 വർഷത്തിനിടയിൽ മിഡിൽ ഈസ്റ്റ് കാണാത്ത രീതിയിൽ അറ്റ് എ ടൈം പല ബേസ് ക്യാമ്പുകളിലേക്ക്, പല രാജ്യങ്ങളിലായുള്ള, പല എമിറേറ്റുകളിലായുള്ള പല ബേസ് ക്യാമ്പുകളിലേക്ക് അറ്റ് എ ടൈം ആക്രമണം നടത്തുന്നത് നമ്മൾ കണ്ടു. അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമായിരുന്നില്ല, പശ്ചിമേഷ്യയിലെ ജോർദാനിൽ, ഇറാഖിൽ, അങ്ങനെ ഈ അമേരിക്കൻ ബേസ് ക്യാമ്പുകൾ എവിടെയൊക്കെ ഉണ്ടോ ചുറ്റുപാടുമുണ്ടോ അവിടെയെല്ലാം അറ്റ് എ ടൈം ആക്രമണം നടത്തിയ ഒരു കനത്ത തിരിച്ചടി തുടക്കത്തിൽ ഇറാൻ കൊടുത്തു. ഇറാൻ സ്കോർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ റിട്ടാലിയേഷന് ശേഷം എല്ലാം ഒന്ന് ഒതുങ്ങി, കാര്യങ്ങളെല്ലാം ഒന്ന് തണുത്തു വരുന്നു നമ്മൾ ചിന്തിച്ച സമയമായിരുന്നു. അതായത് ഒരു നോമ്പുതുറ സമയമായപ്പോൾ വൈകിട്ട് 6 മണിയോടെ ഈ പറയുന്ന ബഹ്റൈൻ്റെയും UAEയുടെയും ഖത്തറിൻ്റെയും കുവൈത്തിൻ്റെയും ആകാശങ്ങൾ ശാന്തമായിരുന്നു, സമാധാനപരമായിരുന്നു. പക്ഷേ ഒരു 6:30 കഴിഞ്ഞതോടുകൂടി തന്നെ റീറ്റാലിയേഷൻ വീണ്ടും കുറച്ചുകൂടി വലിയ രീതിയിലേക്ക് ഇറാൻ കടക്കുന്നത് നമ്മൾ കണ്ടത്. അതിന് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്ന കാരണം ഈ പറയുന്ന ഗ്യാപ്പ് കിട്ടിയ സമയം, കൂൾ ഓഫ് ടൈമിലടക്കം ഈ പറയുന്ന ഇസ്രായേലിൽ നിന്നും വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ ഇറാനിൽ ഉണ്ടാകുന്നുണ്ട്. ഇറാൻ അതേസമയം തിരിച്ചും ഇസ്രായേലിലേക്ക് അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. അറ്റാക്ക് കൗണ്ടർ അറ്റാക്ക്, ഇറാൻ ഇസ്രായേൽ തമ്മിൽ അങ്ങനെ അറ്റാക്ക് കൗണ്ടർ അറ്റാക്ക് നടക്കുന്നതിനിടെ അമേരിക്കയുടെ സഹായം കൂടി ഇസ്രായേലിൽ ഉള്ളിടത്തുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഒരു ഡിസിഷൻ ആദ്യമായി എടുക്കുന്ന ഇറാൻ തന്നെയാണ്. അതിന് അവരുടെ മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. നെഗോഷിയേഷന് ഇസ്രായേൽ തയ്യാറായില്ല, നെഗോഷിയേഷന് അമേരിക്ക തയ്യാറായില്ല. ആകെ ഒരു വഴി അമേരിക്കയ്ക്ക് അഭയം കൊടുത്ത, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സൈനിക താവളത്തിന് അനുമതി കൊടുത്ത, അമേരിക്കയ്ക്ക് താവളമൊരുക്കി കൊടുത്ത മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആക്രമിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.